എല്ലാവരും പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻസിലായിരിക്കും അല്ലേ? നമുക്ക് കഴിഞ്ഞ വർഷത്തെ 2020 മാർച്ചിലെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഇത്തവണ ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാലും മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതി ശീലിക്കുക എന്നത് പരീക്ഷയ്ക്ക് തയ്യാറാവുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ചോദ്യങ്ങളും ശ്രദ്ധിച്ച് മനസ്സിലാക്കി ചെയ്യുക എല്ലാവരും. സെക്ഷൻ എയിലെ ആദ്യത്തെ ചോദ്യം 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് സെക്ഷൻ എയിലുള്ളത്. The radius of curvature of a convex mirror is 24 cm. What is its focal length? റേഡിയസ് ഓഫ് കർവേച്ചറിൻ്റെ പകുതിയായിരിക്കും ഫോക്കൽ ലെങ്ത് എന്ന് നമുക്കറിയാം. സോ 12 സെൻറ്റിമീറ്റർ ആണ് ആൻസറായിട്ട് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എ ബി ഈസ് ഗിവൺ ഇൻ ദ ഫിഗർ. ബേസ്ഡ് ഓൺ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ത്രൂ ദ കണ്ടക്ടർ. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂളോ അല്ലെങ്കിൽ സ്ക്രൂ റൂളോ ഏതുപയോഗിച്ചാലും നമുക്ക് ഉത്തരത്തിലെത്താൻ വേണ്ടി സാധിക്കും. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഈ രീതിയിൽ നമ്മുടെ കൈ പിടിച്ചാൽ, റൈറ്റ് ഹാൻഡ് പിടിച്ചാൽ അതിലെ ഫിംഗേഴ്സ് ഇരുന്നാൽ നമ്മുടെ തമ്പ് എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും പോയിൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്ക്രൂ ക്ലോക്ക് വൈസ് ആയിട്ട് ചലിപ്പിച്ചാൽ സ്ക്രൂ നീങ്ങുന്നത് മുന്നിലേക്കായിരിക്കും അല്ലേ, എയിൽ നിന്ന് ബിയിലേക്കായിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിഗർ റെപ്രസെൻറ്റ്സ് ദ ക്രിട്ടിക്കൽ ആംഗിൾ? ഈ എ ബി സി എന്ന ചിത്രങ്ങളിൽ ഏതാണ് ക്രിട്ടിക്കൽ ആംഗിളിനെ സൂചിപ്പിക്കുന്നത്? നമുക്കറിയാം ക്രിട്ടിക്കൽ ആംഗിൾ ആകുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി ആയിരിക്കും. തന്നിരിക്കുന്ന ചിത്രത്തിൽ ബിയിലാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അതായത് നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കുന്നതായിട്ട് കാണുന്നത്. ഇവിടെ എ എന്ന ഫിഗറിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 38 ഡിഗ്രി ആണെന്ന് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗം ലൈറ്റ് അതേ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതിൽ മെജോറിറ്റിയും റിഫ്രാക്റ്റ് ചെയ്ത് റിഫ്രാക്ഷന് വിധേയമായി രണ്ടാമത്തെ മീഡിയത്തിലേക്ക് കടക്കുന്നതായിട്ടും കാണാം. അതുകൊണ്ട് എ ക്രിട്ടിക്കൽ ആംഗിളിനെ സൂചിപ്പിക്കുന്നില്ല. ഇനി സി എന്ന ചിത്രത്തിലാണെങ്കിൽ റിഫ്രാക്റ്റഡ് റേ ഇല്ല, പകരം മുഴുവനായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ച് ആദ്യത്തെ മീഡിയത്തിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. അതായത് അവിടെ സംഭവിച്ചിട്ടുള്ളത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഓർഡർ ഓഫ് വേരിയസ് കളേഴ്സ് ഒബ്സർവ്ഡ് ഇൻ ദ സ്പെക്ട്രം ഓഫ് സൺലൈറ്റ് ഈസ് ഗിവൺ ബിലോ. സ്പെക്ട്രം, സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന സ്പെക്ട്രത്തിൻ്റെ കളേഴ്സിൻ്റെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായത് ഏതാണെന്ന് നമുക്കറിയാം. വിബ്ജിയോർ ആണ് അതിൻ്റെ ഓർഡർ ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതനുസരിച്ച് വയലറ്റ്, ബ്ലൂ, യെല്ലോ, റെഡ് എന്നതാണ് കറക്റ്റായ ക്രമം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 പ്രോഡക്ട്സ് ഒബ്റ്റെയിൻഡ് വൈൽ കോൾ ഈസ് ഡിസ്റ്റിൽഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. ഇത് 7ാമത്തെ ചാപ്റ്ററിലെ ചോദ്യമാണ്. ഇതിൽ കോളിനെ എയറിൻ്റെ ആബ്സെൻസിൽ ഡിസ്റ്റിലേഷൻ നടത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. 4 പ്രോഡക്ട്സ് ഉണ്ട്: കോൾട്ടാർ, കോൾ ഗ്യാസ്, അമോണിയ, കോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു ടേബിളാണ്. ഇവിടെ കണക്ഷൻ ഡയഗ്രാം ആദ്യത്തെ കോളത്തിൽ തന്നിട്ടുണ്ട്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് 2ാമത്തെ കോളത്തിൽ. വോൾട്ടേജും കറൻറ്റും അടുത്തടുത്ത കോളങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. സീരീസ് കണക്ഷനാണ് ആദ്യം തന്നിട്ടുള്ള ചിത്രത്തിൽ. 3 ഓമിൻ്റെയും 2 ഓമിൻ്റെയും റെസിസ്റ്ററുകളെ സീരീസായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് എന്തായിരിക്കും? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് സർക്യൂട്ട് മാക്സിമം ആണെന്ന് നമുക്കറിയാം അല്ലേ. R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 അനുസരിച്ച് 3 ഓം പ്ലസ് 2 ഓം ആയിട്ടുള്ള 5 ഓം ആയിരിക്കും സീരീസ് കണക്ഷനിൽ ഈ 2 റെസിസ്റ്റേഴ്സിൻ്റെയും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഈ വാല്യൂ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള 3 ഓമിനേക്കാളും 2 ഓമിനേക്കാളും കൂടുതലാണെന്നുള്ളത് കൊണ്ട് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുക എന്ന് തന്നിട്ടുള്ളത് തെറ്റാണെന്ന് കാണാം.
അതിന് പകരം ഇൻക്രീസസ് എന്നാണ് അവിടെ എഴുതേണ്ടത്. വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ. വോൾട്ടേജ് ഓരോ റെസിസ്റ്ററിനും അക്രോസ് ലഭ്യമാവുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അത് സീരീസിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ സെയിം ആയിരിക്കും. ഇനി കണക്ഷൻ ഡയഗ്രാം പാരലൽ ആയിട്ട് തന്നിട്ടുള്ളതിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഡിക്രീസസ് ആണെന്ന് നമുക്കറിയാം. വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ അത് സെയിം ആണെന്നറിയാം. കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഡിഫറൻ്റ് ആയിരിക്കും എന്നും നമുക്കറിയാം. ഇത് കൃത്യമായ രീതിയിൽ പൂരിപ്പിക്കുകയാണ് ഈ ചോദ്യത്തിൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 മെത്തേഡ്സ് ടു പ്രൊവൈഡ് ഫസ്റ്റ് എയ്ഡ് ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്കിൽ നമ്മൾ നൽകുന്ന ഫസ്റ്റ് എയ്ഡിന് ഏതെങ്കിലും 2 മെത്തേഡ്സ് എഴുതാനാണ് ചോദ്യം. ഇതിൻ്റെ ആൻസറായിട്ട് എഴുതാവുന്ന 4 പോയിന്റുകൾ: റേസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി മസാജിങ്. ബോഡി മസാജ് ചെയ്തുകൊണ്ട് ടെമ്പറേച്ചർ റൈസ് ചെയ്യുക, ബോഡി ടെമ്പറേച്ചർ ഉയർത്തുക. ഗീവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കൃത്രിമ ശ്വാസം നൽകുക. മസാജ് ദ മസിൽസ് ആൻഡ് ബ്രിങ് ദം ടു ദ ഒറിജിനൽ കണ്ടീഷൻ. ആദ്യത്തെ അവസ്ഥയിലേക്ക് മസിൽസിനെ എല്ലാം കൊണ്ടുവരാൻ വേണ്ടി മസാജ് ചെയ്യുക. സ്റ്റാർട്ട് ഫസ്റ്റ് എയ്ഡ് ഫോർ ദ ഫങ്ഷനിങ് ഓഫ് ദ ഹാർട്ട്. ചെസ്റ്റിൽ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഹാർട്ട് ഫങ്ഷൻ ചെയ്യാനുള്ള ഫസ്റ്റ് എയ്ഡ് നൽകുക. ഇതിൽ 4 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. 8th question, a conductor AB is placed in a magnetic field as shown in the figure. ചിത്രത്തിൽ കാണിച്ചതുപോലെ ഒരു കണ്ടക്ടർ NS പോൾ പീസുകൾക്കിടയിൽ, യു മാഗ്നറ്റിൻ്റെ പോൾ പീസുകൾക്കിടയിൽ തൂക്കിയിട്ടിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. A, if you are moving the conductor outwards, then what will be the direction of current in the conductor? ഇവിടെ ഡയറക്ഷൻ ഓഫ് കറണ്ട് കാണാൻ വേണ്ടി നമുക്കറിയാവുന്ന ഒരേ ഒരു റൂൾ ഏതാണ്? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. റൈറ്റ് ഹാൻഡ് എടുക്കുക, റൈറ്റ് ഹാൻഡിൻ്റെ ചൂണ്ടുവിരൽ നോർത്ത് ടു സൗത്ത് പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ പിടിക്കുക. കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ്, അപ്പോൾ തമ്പ് നമ്മുടെ നേരെയായിട്ട് പിടിക്കുക, അതായത് പുറത്തോട്ട് ചൂണ്ടുന്ന രീതിയിൽ തമ്പ് പിടിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 3rd ഫിംഗർ അല്ലെങ്കിൽ നടുവിരൽ മിഡിൽ ഫിംഗർ എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്യുന്നത്? ബിയിൽ നിന്ന് എയിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത് അല്ലേ? വിരൽ ഉപയോഗിച്ച്, നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഈ ചോദ്യത്തിൻ്റെ എ ഭാഗത്തിൽ 3rd ചാപ്റ്ററിൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് കാണാൻ വേണ്ടി, അതായത് ഡയറക്ഷൻ ഓഫ് മോഷനും അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും തന്നാൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണാൻ. ഇനി അതിലെ ബി ക്വസ്റ്റ്യൻ, ഇഫ് ആൻ ഇലക്ട്രിക് കറണ്ട് പാസസ് ഫ്രം എ ടു ബി ദെൻ ഇൻ വിച്ച് ഡയറക്ഷൻ ദ കറണ്ട് വിൽ മൂവ്. ഇവിടെ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി കറണ്ടിൻ്റെ ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടറാണ്. അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട റൂൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. കറണ്ടിൻ്റെ ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും തന്നാൽ കണ്ടക്ടർ എവിടേക്ക് മൂവ് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ലെഫ്റ്റ് ഹാൻഡിലെ ചൂണ്ടുവിരൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ പിടിക്കുക. അതുപോലെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മിഡിൽ ഫിംഗർ എ ടു ബി പോയിൻ്റ് ചെയ്യുന്ന രീതിയിൽ പിടിച്ചാൽ നമ്മുടെ തമ്പ് ഈ 2 വിരലിനും പെർപെൻഡിക്കുലറായ രീതിയിൽ ഉയർത്തുമ്പോൾ അത് ഔട്ട്വേർഡ്സ് ആയിട്ട് നമുക്ക് നേരെയാണ് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത്. അതായത് ആൻസർ വിൽ ബി ഔട്ട്വേർഡ്സ് ദ മാഗ്നറ്റ്. കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് പുറത്തോട്ടായിരിക്കും എന്ന്. ഈ ചോദ്യത്തിൽ എ പാർട്ടിൽ നമുക്ക് കറണ്ടായിരുന്നു കാണാൻ പറഞ്ഞത്, ഡയറക്ഷൻ ഓഫ് കറണ്ടായിരുന്നു കാണാൻ പറഞ്ഞത്. എന്നാൽ രണ്ടാമത്തെ ഭാഗത്തിൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടറാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2nd ചാപ്റ്ററിലെയും 3rd ചാപ്റ്ററിലെയും കൺസെപ്റ്റുകൾ രണ്ടും കൂടി ഒന്നാക്കിയിട്ട് ചോദിച്ചിരിക്കുകയാണ് ഈ ചോദ്യത്തിൽ. അതായത് ഈ ഒരു കണ്ടക്ടറിലേക്ക് എയിൽ പറഞ്ഞത് ഡയറക്ഷൻ ഓഫ് കറണ്ട് കണ്ടുപിടിക്കാനാണ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ്. ഇനി അതേപോലെ ബിയിൽ ചോദിച്ച് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ കണ്ടക്ടർ കാണാനാണ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്
ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അപ്പോൾ ആ 2 ചോദ്യങ്ങളും ഒരേ ചിത്രത്തിൻ്റെ സഹായത്തോടെ ഇവിടെ തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിൽ കറണ്ട് കൊടുത്തതായിട്ട് ബാറ്ററി കണക്ട് ചെയ്തതായിട്ടൊന്നും ചിത്രത്തിൽ തരാത്തത്. ചോദ്യം വളരെ ശ്രദ്ധിച്ചാലാണ് നമുക്കത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 9th ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ ഓഫ് എ DC മോട്ടോർ. DC മോട്ടോറിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. റൈറ്റ് ദ നെയിം ഓഫ് ദ പാർട്സ് ലേബൽഡ് ആസ് A and B. A, B എന്നീ പേരിൽ കൊടുത്തിട്ടുള്ള പാർട്സ് എന്താണ് എന്നാണ് എഴുതേണ്ടത്. A എന്ന പാർട്ട് ആർമേച്ചർ ആണ് എന്ന് കാണാം. B എന്ന് പറയുന്നത് സ്പ്ലിറ്റ് റിംഗ് ആണ്. അപ്പോൾ A ആർമേച്ചർ കോയിൽ, B സ്പ്ലിറ്റ് റിംഗ്. ഇനി അതിലെ B പാർട്ട്, വാട്ട് ആർ ദ ചേഞ്ചസ് ടു ബി മെയ്ഡ് സോ ആസ് ടു കൺവേർട്ട് ദിസ് ഡിവൈസ് ഇൻ ടു ആൻ AC ജനറേറ്റർ. ഈ DC മോട്ടോറും AC ജനറേറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജനറേറ്റർ നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. മോട്ടോർ ആണെങ്കിൽ നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എനർജി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ്. അപ്പോൾ ഇവിടെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം? AC ജനറേറ്റർ ആക്കുമ്പോൾ DC മോട്ടോറിലെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിനെ സ്ലിപ്പ് റിങ്സ് ആക്കി മാറ്റണം. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. ഈ ചോദ്യത്തോടൊപ്പം ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് എനർജി ചേഞ്ചിൻ്റെ കാര്യം. മോട്ടോറിൽ നടക്കുന്ന എനർജി ചേഞ്ച് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജിയും, ജനറേറ്ററിൽ നടക്കുന്ന എനർജി ചേഞ്ച് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയുമാണ്. രണ്ടിൻ്റെയും പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ DC മോട്ടോർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ജനറേറ്ററുകൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഈ ചോദ്യത്തോടൊപ്പം ഓർക്കേണ്ടതാണ്. 10th ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റീസൺ ഫോർ ദി ട്വിങ്കിളിംഗ് ഓഫ് സ്റ്റാർസ് ഇൻ ദ സ്കൈ. സ്റ്റാർസ് ട്വിങ്കിൾ ചെയ്യാൻ കാരണമായത് അതിനെ പറ്റിയിട്ട് അതിൻ്റെ റീസൺ എഴുതാനാണ് ചോദ്യം. ആൻസറായിട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ലൈറ്റ് കമ്മിങ് ഫ്രം ഡിസ്റ്റൻറ്റ് സ്റ്റാർസ് പാസസ് ത്രൂ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് എയറിലെ ഡിഫറെൻറ്റ് ലെയേഴ്സിലൂടെ കടന്നിട്ടാണ് സ്റ്റാർസിൽ നിന്നുള്ള ലൈറ്റ് നമ്മളിൽ എത്തുന്നത്. ഈച്ച് ലെയർ ഡിഫേഴ്സ് ഫ്രം ദ അതർ ഇൻ ദെയർ ഓപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ബിക്കോസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. അറ്റ്മോസ്ഫിയറിലെ ഓരോ ലെയറുകളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസമുള്ളവരാണ്. എന്തുകൊണ്ടാണ്? ഓരോ ലെയറിനും ഓരോ ടെമ്പറേച്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. When the light from the stars passes through layers of varying density, light undergoes successive refraction. ഈ ഒരു പോയിൻ്റാണ് മസ്റ്റായിട്ടും എഴുതേണ്ടത്. അതായത് ലൈറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ഡിഫറൻസ് ഉള്ള വ്യത്യസ്ത ലെയേഴ്സിലൂടെ കടന്നു പോകുമ്പോൾ ലൈറ്റിന് സക്സസീവായി റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. The rays of light appear to come from different points on reaching the eye after refraction. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ പൊസിഷൻ വ്യക്തമായിട്ട് ഒരു പോയിൻ്റ് ആയിട്ട് കാണില്ല. സോ ദ സ്റ്റാർസ് അപ്പിയർ ടു ട്വിങ്കിൾ. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക.